ടിയാൻ്റെ സെറ്റ് വെച്ചിട്ടാണ് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവുന്നത്. ഞങ്ങൾ അടുത്തൊരു സിനിമ ചെയ്യാനിരുന്നതാണ്. അപ്പോൾ ലൂസിഫർ പോലൊരു സിനിമ വരുമ്പോൾ മുരളിച്ചേട്ടൻ അതിൻ്റെ തിരക്കിലേക്ക് പോയി. അതും കുറച്ച് 1-2 വർഷം എടുത്തു. മുരളിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റിലുള്ള കുഴപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മിസ്സായാൽ ആ സിനിമയുടെ ടോട്ടാലിറ്റി അത് ബാധിക്കും. ചിലപ്പം ചില നോട്ടങ്ങളായിരിക്കും, ആ ഒരു നോട്ടം നമ്മൾ അന്ന് എടുക്കുന്ന സമയത്ത് അത് വിട്ടുപോകുന്നത് വെച്ചാൽ അത് വേണ്ട, അത് ഇല്ലല്ലോ കുഴപ്പമില്ലല്ലോ എന്ന് തോന്നിയേക്കാൻ ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ. പക്ഷെ ആ നോട്ടമായിരിക്കും ചിലപ്പോൾ വേറൊരു സീനിൽ അത് കണക്ട് ചെയ്യുന്നത്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന കഥാപാത്രങ്ങൾ ഇങ്ങനെയാണെന്ന് അങ്ങനെ രൂപപ്പെടുന്ന വളരെ ഏർലി സ്റ്റേജിലായ ചില കഥാപാത്രങ്ങൾ. ഒന്ന് ആരി സാറ്, നമ്മളെ ഇന്ദ്രൻ സേട്ടൻ. ചോര കൊണ്ടുള്ള കടം ചോര കൊണ്ടേ ഞങ്ങൾ ദൂരെ തീർത്തിട്ടുണ്ട്. ഇന്ദ്രൻ സേട്ടനെയൊക്കെ നമ്മൾ കൃഷ്ണൻകുട്ടി എന്ന് പേര് പോലും ആകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടെന്ന്, ഇതാണ് കഥാപാത്രം, ആ കഥാപാത്രം എങ്ങനെയാണെന്ന് പറയുമ്പോൾ തന്നെ മുരളിച്ചേട്ടൻ ഇന്ദ്രൻ സേട്ടനെ വിളിക്കായിരുന്നു ഫോണിൽ. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ക്ലാപ്പ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് പോലും ഇന്ദ്രൻ സേട്ടനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻ സേട്ടൻ വേണമെന്നുള്ളത് ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനമാണ്. ഇന്ദ്രൻ സേട്ടനാണ് ആ ക്യാരക്ടർ ചെയ്യേണ്ടത്. ടാലന്റ് നോക്കിയിട്ടാണോ അതോ സ്റ്റാർ വാല്യൂ നോക്കിയിട്ടാണോ ഇപ്പോഴും കാസ്റ്റിംഗ്? നമ്മളൊരു കാസ്റ്റ് കിട്ടിയാൽ നല്ലത്, എന്നാൽ പിന്നെ ആ കാസ്റ്റിന് വേണ്ടി സിനിമ എഴുതാന്ന് പറഞ്ഞാൽ പിന്നെ ആ സിനിമ നന്നാവില്ല. ആ സമയത്ത് ബിസിനസ് ആവുന്ന ഒരാളെ വെച്ച് സിനിമ ചെയ്താൽ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് സിനിമ പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ വലിയ സിനിമകൾ ഉണ്ടാക്കാൻ. തിയേറ്ററിലേക്ക് ഒരു പുള്ളെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഫസ്റ്റ് ഡേ വരുന്നൊരു പുള്ള്. അത് എത്തിയാലേ നമുക്ക് വീണ്ടും റീച്ച് ആവും, നമ്മൾ എത്ര നല്ല സിനിമ ചെയ്താലും. പിന്നെ OTT വന്നിട്ട് കൊള്ളാം, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇവിടെ ഉണ്ട്, സംഭവിച്ചിട്ടുണ്ടല്ലോ. OTT വന്നതിന് ശേഷം നല്ലതാണെന്ന് പറയുന്നത്. ഇപ്പൊ ടിയാൻ പോലും, ടിയാൻ അങ്ങനെ ഒരു കാസ്റ്റ് ഉണ്ടായിട്ടും ടിയാൻ തിയേറ്ററിൽ അങ്ങനെ വിജയിച്ച സിനിമയല്ല. അപ്പോൾ ടിയാൻ തിയേറ്ററിൽ നന്നായിട്ട് വിജയിക്കാത്തതുകൊണ്ട് ഒരുപാട് വിഷമിച്ച ഒരാളുമാണ് ഞാൻ. അതിനുശേഷം നല്ലതാണെന്ന് പറയുന്നു, ടിയാന്റെ പേരിൽ പിന്നീട് GN കൃഷ്ണകുമാർ എന്ന് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് മുൻകാല സിനിമയെക്കാളും ടിയാൻ ചെയ്ത ആളെന്നാണ് എന്നെ പറ്റി പറയുന്നത്. എന്താണ് അനന്തൻ കാട് എന്ന സിനിമ പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? ഈ സിനിമയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കണ്ടിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ടിയാൻ കഴിയുമ്പോൾ മുരളിച്ചേട്ടനും ഞാനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അന്ന് കുറച്ച് കാലം മുമ്പേ നമ്മൾ ആ പശ്ചാത്തലത്തിൽ, കാരണം എല്ലാവരും തിരുവനന്തപുരത്തെ ആ ഭാഷയെ പറ്റിയൊക്കെയാണ്, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, അപ്പോൾ ആ ഭാഷയെ പറ്റിയൊക്കെയാണല്ലോ കൂടുതലും പറയുന്നതും ട്രോൾസും ഒക്കെ വരുന്നത്. പക്ഷെ ആ സിറ്റിയുടെ ജീവിതം അങ്ങനെയല്ല. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുള്ള ഒരു സിറ്റി, അവിടുത്തെ ചേരി പ്രദേശങ്ങളിലൊരു ജീവിതമൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. പിന്നെ ആ സമയത്തെ പത്രവാർത്തകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടൊരു സിനിമ ചെയ്യണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറേ കഥാപാത്രങ്ങൾ വരികയും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തിരുവനന്തപുരവും അവിടേക്ക് വന്നു ചേരുന്ന ചില കഥാപാത്രങ്ങളൊക്കെയാണ്. അതൊരു വലിയ ക്യാൻവാസ്. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് അത് വികസിച്ച് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്, സിനിമ പോകുന്നുണ്ട്. പിന്നെ എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് ടിയാനെ കുറിച്ചുള്ള ഒരു വാർത്ത, അവർക്ക് എല്ലാം അതിൻ്റെ ഇന്നർ ലേയേഴ്സും അതിൻ്റെ അത് ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടില്ല എന്നും അതിൻ്റെ ഫിലോസഫിക്ക് വശങ്ങളും അതിൻ്റെ ആത്മീയ വശങ്ങളൊന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ട്. ശരിയാണ്, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയല്ല ചില ആംഗിളിൽ നോക്കുമ്പോൾ. പക്ഷേ അനന്തങ്കാട് അങ്ങനെയല്ല. അനന്തങ്കാട് എല്ലാത്തരം ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. ടിയാന് ശേഷം മുരളിച്ചേട്ടനായിട്ട് ഒരു സിനിമ ചെയ്യുന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾ വീണ്ടും ഒന്നിക്കുന്നു എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ആർട്ടിസ്റ്റ് സംസാരിക്കുമ്പോൾ പോലും അവരത് എടുത്തു പറയുന്നുണ്ടായിരുന്നു. സോ നിങ്ങൾ വീണ്ടും ഒന്നിക്കുമ്പോൾ ആസ് എ ഡയറക്ടർ അത് എത്രത്തോളം പ്രതീക്ഷയാണ്? അല്ല, എനിക്ക് ഈ മുരളിച്ചേട്ടനോട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുറച്ചൊരു ഗ്യാപ്പുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ടിയാൻ കഴിഞ്ഞിട്ട് മുരളിച്ചേട്ടൻ ലൂസിഫർ, ടിയാൻ്റെ സമയത്താണ് ലൂസിഫർ, ടിയാൻ്റെ സെറ്റ് വെച്ചിട്ടാണ് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവുന്നത് തന്നെ. അപ്പോൾ മുരളിച്ചേട്ടൻ ലൂസിഫറിലേക്ക്, ഞങ്ങൾ അടുത്തൊരു സിനിമ ചെയ്യാനിരുന്നതാണ്. അപ്പോൾ ലൂസിഫർ പോലൊരു സിനിമ വരുമ്പോൾ മുരളിച്ചേട്ടൻ അതിൻ്റെ തിരക്കിലേക്ക് പോയി. അതും കുറച്ച് 1-2 വർഷം എടുത്തു. പിന്നെ ഇതിനിടയ്ക്ക് കോവിഡ് വന്നു. അപ്പോൾ എനിക്ക് വന്ന ഓഫേഴ്സ് തമിഴിൽ നിന്നാണ് കൂടുതലും വന്നത്. മലയാളത്തിൽ ഞാൻ ചെറിയ ടിയാൻ കഴിയുമ്പോൾ അടുത്തിനി അതുപോലൊരു സിനിമ ഗ്യാപ്പ് എടുക്കുന്നൊന്നുമല്ല, അടുത്തിനി ചെയ്യുന്നത് ടിയാനേക്കാളും മികച്ചൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തമിഴിൽ നിന്ന് കുറച്ച് ഓഫേഴ്സ് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റുകളാണ് അത് ചെയ്ത 2 സിനിമയുടെ രൺബീറിന് പരമോടി ചെയ്ത സിനിമകൾ. അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു 7 വർഷം 8 വർഷം പോയത് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഞാൻ അവിടെ തമിഴിലായിരുന്നു കൂടുതലും സിനിമകൾ, അടുത്ത പ്രോജക്റ്റുകളുമായിട്ട് അവിടെയായിരുന്നു. മുരളിച്ചേട്ടൻ ഇവിടെ ലൂസിഫർ കഴിഞ്ഞ് എമ്പുരാൻ്റെ തിരക്കിലേക്ക് പോയി. പക്ഷേ ഈ കോവിഡ് സമയത്താണ് വീണ്ടും നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന സിനിമ ചെയ്യണമെന്ന് ഞങ്ങൾ വീണ്ടും പ്ലാൻ ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു കഥാതന്തുമൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും സമയം കറക്റ്റായിട്ട് വന്ന സമയത്ത് വീണ്ടും അടുത്ത സിനിമ. ഇല്ലാതെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇത് ഞങ്ങൾക്ക് ആ ഗ്യാപ്പ് അറിയാൻ പറ്റുന്നില്ല. ഇപ്പം പറയുമ്പോൾ 8 വർഷമായി എന്ന് ഞങ്ങൾക്ക് ഇപ്പം തോന്നുന്നില്ല.
ഇപ്പൊ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിലേ ഇപ്പം ഞങ്ങളിപ്പോൾ ദൈവിനെ ഞങ്ങൾ ഈ ഒരു ലുക്കിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ സിനിമയിൽ പോസ്റ്ററിൽ നോക്കുമ്പോൾ ദൈവ് തന്നെയാണോ എന്ന് ഞങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 7 വർഷത്തിന് ശേഷം ആര്യ മലയാളത്തിൽ ഒരു മുഴുനീള കഥാപാത്രമായിട്ട് വരുന്നു. അങ്ങനെ ഇപ്പം അപ്പാനി ശരത്താണെങ്കിൽ ഈ സിനിമയിൽ ഒരു മികച്ച കഥാപാത്രമാണെന്ന് പറയുന്നു. ആർട്ടിസ്റ്റ് തന്നെ പറയാണ് ഞങ്ങളുടെ കരിയറിൽ ഒരു ബെസ്റ്റ് സിനിമയാണ്, ബെസ്റ്റ് കഥാപാത്രമാണെന്ന് പറയുമ്പോൾ ഇവരൊക്കെ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? ഇതിനകത്ത് ചില ആളുകൾ, അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇതിനകത്തുള്ള എല്ലാ കഥാപാത്രങ്ങളെയും എനിക്ക് പേഴ്സണലി, ഇപ്പം ടിയാൻ്റെ കഥാപാത്രങ്ങൾ എടുത്താൽ എല്ലാവരും എനിക്ക് പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളല്ല. ഞാനത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. മീൻസ് അത് എഴുതി കഴിയുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ ജീവിച്ചിരുന്നു, അവരുടെ ജീവിത സാഹചര്യം എന്താണ്, അത് അവരെങ്ങനെയാണ് പെരുമാറിയിരുന്നത്, അവരെങ്ങനെ അവിടെ എത്തി എന്നുള്ളതൊക്കെ ഞാൻ പോയി അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് വായിച്ച് കുറേ ആളുകളെ കണ്ട് മനസ്സിലാക്കിയെടുത്ത കാര്യമാണ്. പക്ഷേ ഇതിലെ കഥാപാത്രങ്ങൾ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്, അപ്പം ഞങ്ങൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൺമുന്നിലൂടെ നടന്നുപോയ കുറേ ആളുകളാണ്. അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെങ്ങനെ ബിഹേവ് ചെയ്യണം, അവരെങ്ങനെ ആയിരുന്നു, അവരുടെ ഇത് 80കളുടെ ലാസ്റ്റും 90ൻ്റെ തുടക്കത്തിലുമാണ്. അപ്പോൾ ഞാൻ ആ സമയം സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ആളുകൾ എങ്ങനെ ജീവിച്ചിരുന്നു, ആളുകൾ എങ്ങനെയാണ്, അവരുടെ വസ്ത്രധാരണം എന്തായിരുന്നു, അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്തിരുന്നതെന്നൊക്കെ കൃത്യമായി ഒരു ധാരണയുണ്ട്. അപ്പോൾ ഇവരെ ഓരോരുത്തരെ കാസ്റ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഇവരിങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ ഇവരെ ലുക്ക് ഇങ്ങനെ ആയിരിക്കണം, ഇവരിങ്ങനെയാണ് പെരുമാറുന്നത്, ഇവരെ ഷൂൾനെസ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ സോഫ്റ്റ്നെസ് ഇങ്ങനെയാണെന്നുള്ളത് കൃത്യമായി അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ എക്സെറ്റ് കാസ്റ്റിങ്ങിലേക്ക് പോകുമ്പോൾ അവർക്കത് നമുക്ക് ബ്രീഫ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരുന്നു. 2, ഇതിന് ചില ആളുകളുണ്ട്, കുറച്ച് പേര്, കുറേ ക്യാരക്ടേഴ്സ് നമ്മൾ ഓൺ പേപ്പർ ആവുന്നത് മുമ്പ് സ്ക്രിപ്റ്റ് ഇങ്ങനൊരു ക്യാരക്ടേഴ്സ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ടല്ലോ. ഇപ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന കഥാപാത്രങ്ങൾ ഇങ്ങനെയാണെന്ന് അങ്ങനെ രൂപപ്പെടുന്ന വളരെ ഏർലി സ്റ്റേജിലായ ചില കഥാപാത്രങ്ങളുണ്ട്. 1 ആരി സാറ്, 2 നമ്മളെ ഇന്ദ്രൻ സേട്ടനെയൊക്കെ നമ്മൾ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻകുട്ടി എന്ന് പേര് പോലും ആകുന്നതിന് മുമ്പ്, എക്സാക്ട്ലി കൃഷ്ണൻകുട്ടിയാണ് എന്നുള്ള പേരാവുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടെന്ന്, ഇതാണ് കഥാപാത്രം, ആ കഥാപാത്രം എങ്ങനെയാണെന്ന് പറയുമ്പോൾ തന്നെ മുരളിച്ചേട്ടൻ ഇന്ദ്രൻ സേട്ടനെ വിളിക്കായിരുന്നു ഫോണിൽ. അത് ഇന്ദ്രൻ സേട്ടൻ ഞങ്ങളിങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്, കൃഷ്ണകുമാറുണ്ട് കൂടെ. അപ്പോൾ ഇന്ദ്രൻ സേട്ടൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ക്ലാപ്പ് ചെയ്യുന്ന സമയത്ത്, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ക്ലാപ്പ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് പോലും ഇന്ദ്രൻ സേട്ടനോട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇന്ദ്രൻ സേട്ടൻ അപ്പോൾ ഇന്ദ്രൻ സേട്ടൻ നടനാണ്, കോമഡി വേഷങ്ങളൊക്കെ ചെയ്യുന്ന അന്ന് നടനാണ് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ ഇന്ദ്രൻ സേട്ടനോട് ഞാൻ എൻ്റെ കുറേ പടങ്ങളിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റായിട്ടൊക്കെ വർക്ക് ചെയ്ത് പരിചയമുണ്ട്. പക്ഷേ എൻ്റെ പടങ്ങളിൽ ഇന്ദ്രൻ സേട്ടൻ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ എന്നാലും ഇന്ദ്രൻ ചേട്ടനെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. അങ്ങനെ ഇന്ദ്രൻ ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ ആവശ്യപ്പെട്ടൊരു കാര്യം, ഇന്ദ്രൻ ചേട്ടന് കുറേ ദിവസങ്ങൾ വേണം ഇതിനകത്ത്. അപ്പം ഞങ്ങളുടെ ഭയം, ഇന്ദ്രൻ ചേട്ടൻ ഇപ്പം എല്ലാ സിനിമകളിലും ഉണ്ട്, എല്ലാത്തിനും 20 ദിവസം 30 ദിവസം അങ്ങനെ ഡേറ്റ് കൊടുത്തിട്ട് എല്ലാ സിനിമകളിലും ഉണ്ട്. അപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ വേണമെന്നുള്ളത് ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനമാണ്. ഇന്ദ്രൻ ചേട്ടനാണ് ആ ക്യാരക്ടർ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ദ്രൻ ചേട്ടനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഇന്ദ്രൻ ചേട്ടാ ഞങ്ങളിങ്ങനെ ഈ സെപ്റ്റംബർ തൊട്ട് പടം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ അപ്പോൾ ആദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ കൺസേൺ ഈ ഡേറ്റ്സ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞു, എന്തുണ്ടെങ്കിലും ഞാൻ ഈ സിനിമ ചെയ്യുന്നുണ്ട്, ഡേറ്റ്സിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാൻ, ഞാൻ 100 ദിവസം ഇതിനു വേണ്ടി എന്തായാലും മാറ്റിവെക്കും, ചില ഓഫേഴ്സ് ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇന്ദ്രൻ ചേട്ടൻ ഈ സിനിമയിലേക്ക് വരുന്നത്. അത് അക്ഷരം ഈ പുള്ളി അത് ഗംഭീരമായിട്ട് ചെയ്ത് നിന്നു എന്നുള്ളതാണ്. ഇന്ദ്രൻ ചേട്ടന് കുറച്ച് ഫിസിക്കലായിട്ടും ചെയ്യേണ്ടി വന്നു. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ചില ഫിസിക്കൽ കാര്യങ്ങളുണ്ട് ഇന്ദ്രൻ ചേട്ടൻ. അപ്പം ആ പ്രായത്തിലും ഒക്കെ ഇന്ദ്രൻ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഭയങ്കര, പക്ഷെ എനിക്ക് ഇന്ദ്രൻ ചേട്ടനൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇൻസ്പിറേഷനുള്ള ഒരാളാണ്. എത്ര പേരെ കണ്ടിട്ടുണ്ട്, എൻ്റെ ഒരു തലമുറയ്ക്ക് മുന്നേ സിനിമ കണ്ടിട്ടുള്ളതും കണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ ഇന്ദ്രൻ ചേട്ടനൊക്കെ അങ്ങനെ നിൽക്കുന്നതാണ്. ഇപ്പോൾ ഇന്നലെ എല്ലാവരും പറയുന്നുണ്ട്, ഞാൻ ഈ രാവിലെ മുതൽ രാത്രി വരെയൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, ഫുള്ള് നിൽക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാനൊന്നും ഒന്നുമല്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇന്ദ്രൻ ചേട്ടനൊന്നും ഒരു പ്രാവശ്യം ഒരു സമയത്ത് പോലും ഇല്ല എനിക്ക് വയ്യ, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പോട്ടെ, അങ്ങനെയൊന്നും പറയാറില്ല. റെഡി ആണ് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം റെഡിയാണ്. ഒരു രീതിയിൽ നമുക്കൊരു, കാരണം ഇത് അങ്ങനെയുള്ള ക്യാരക്ടറും കൂടെയാണ്. ഇപ്പം നോർമൽ ഡയലോഗ്സ് പറഞ്ഞ് പോകുന്ന ക്യാരക്ടറോ ഇല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടൊരു ക്യാരക്ടർ ആണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ഫിസിക്കലായിട്ടും കൂടെ ചെയ്യേണ്ട ആളാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇന്ദ്രൻ ചേട്ടനോടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ തന്നെ എപ്പോഴും ഇനിയും മാറണമെന്ന് തോന്നുന്നത് ഇന്ദ്രൻ ചേട്ടനോടൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് തോന്നുന്നത്. കഥ കേൾക്കുമ്പോൾ മുരളിച്ചേട്ടൻ ഡയറക്ടർ കഥ പറയാൻ വേണ്ടി പോകുന്ന സമയത്ത് കുറച്ചു നേരം ഇങ്ങനെ തന്നെ വിശ്വസിക്കാതെ ഇരുന്നു എന്ന് പറഞ്ഞു. ഇന്ദ്രൻ ചേട്ടൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഇന്ദ്രൻ ചേട്ടനോട് ഞങ്ങളൊരു തോട്ട് മാത്രമേ ആദ്യം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ ഓൾറെഡി സിനിമയിലേക്ക് ഇന്നായി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞു ഞാൻ വന്ന് കഥ കേൾക്കാം. അപ്പം പറഞ്ഞു ഇല്ലില്ല ഞങ്ങൾ വന്നോളാം, ഞങ്ങൾ വന്ന് കഥ പറയാം. കാരണം ഇന്ദ്രൻ ചേട്ടൻ നമുക്ക് അത്ര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിലാണ് ഞാനും മുരളിച്ചേട്ടനും കൂടിയാണ് പോകുന്നത്. പോയിട്ട് കഥ പറഞ്ഞ് ഇപ്പം ഇന്ദ്രൻ ചേട്ടൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞു ഞാനിത് ചെയ്യണോ, ചെയ്ത് ഓക്കെ ആണല്ലേ, ഇന്ദ്രൻ ചേട്ടനാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് വളരെ പവർഫുള്ളും സ്ട്രോങ്ങും ആയിട്ടൊരു ക്യാരക്ടറാണ് ഇന്ദ്രൻ ചേട്ടൻ ചെയ്തിട്ടുള്ളത്. അത് തിയേറ്ററിൽ കാണുമ്പോൾ അറിയാം. ഇനിയിപ്പം മലയാള സിനിമയിലും തമിഴിലാണെങ്കിലും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു കഥാപാത്രത്തിന് ഇപ്പൊ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ കൂടിയാണെന്ന് അറിയാം. ഇപ്പം ഒരു കഥാപാത്രത്തെ ഒരു സിനിമയിൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ടാലന്റ് നോക്കിയിട്ടാണോ അതോ സ്റ്റാർ വാല്യൂ നോക്കിയിട്ടാണോ ഇപ്പോഴും കാസ്റ്റിംഗ് നോക്കുക? അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഇതൊരു ബിസിനസ്സും കൂടിയാണ് സിനിമ. അപ്പം ഉറപ്പായിട്ടും ഞാൻ ഒരു ഡയറക്ടറായി, ഞാൻ റൈറ്ററായിട്ടോ ഇല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിനെ പറ്റിയോ അല്ല പറയുന്നത്. കാരണം അങ്ങനെ ചെയ്താൽ അത് സിനിമ തീർന്നു എന്നാണ് എൻ്റെ അർത്ഥം. ആക്ച്വലി നമ്മൾ എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആലോചിക്കുന്ന സമയത്തോ നമ്മളൊരു കാസ്റ്റ് കിട്ടിയാൽ നല്ലത്, എന്നാൽ പിന്നെ ആ കാസ്റ്റിന് വേണ്ടി സിനിമ എഴുതാമെന്ന് പറഞ്ഞാൽ പിന്നെ ആ സിനിമ നന്നാവില്ല, ഷുവറായിട്ട് നന്നാവില്ല. അത് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക്, കാരണം ഡയറക്ടർക്കാണ് പ്രൊഡ്യൂസറോട് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഒരാൾ സിനിമയിൽ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു അന്ന് ആ സമയത്ത് ബിസിനസ് ആവുന്ന ഒരാളെ വെച്ച് സിനിമ ചെയ്താൽ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് സിനിമ പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ വലിയ സിനിമകൾ ഉണ്ടാക്കാൻ. ഇപ്പോൾ ഒരു കുഞ്ഞു സിനിമയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചെയ്ത് അത് റെഡിയാക്കി എടുക്കാൻ പറ്റുമായിരിക്കും. പ്രത്യേകിച്ച് എസ്പെഷ്യലി കേരളത്തിൽ ചെറിയ സിനിമകൾ ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നതിൽ ഏറ്റവും അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇവിടെയാണ് നമുക്കത് അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അത് ചെറിയ സിനിമകൾ ചെയ്യാൻ പറ്റും. പക്ഷേ അനന്തങ്കാട് പോലൊരു വലിയ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബിസിനസ് അത്, കാരണം മുഖം ആളുകൾക്ക് പരിചയമില്ലാത്ത ഇവിടുത്തെ എവിടെയായാലും അങ്ങനെയാണ്. തിയേറ്ററിലേക്ക് ഒരു പുള്ളെന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ഫസ്റ്റ് ഡേ വരുന്നൊരു പുള്ള്. അപ്പോൾ അത് എത്തിയാലേ നമുക്ക് വീണ്ടും റീച്ച് ആവും, നമ്മൾ എത്ര നല്ല സിനിമ ചെയ്താലും. പിന്നെ OTT വന്നിട്ട് കൊള്ളാം, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ. OTT വന്നതിന് ശേഷം നല്ലതാണെന്ന് പറയുന്നത്. ഇപ്പോൾ ടിയാൻ പോലും, ടിയാൻ അങ്ങനെ ഒരു കാസ്റ്റ് ഉണ്ടായിട്ടും ടിയാൻ തിയേറ്ററിൽ അങ്ങനെ വിജയിച്ച സിനിമയല്ല. ആ സമയത്ത് ഞാൻ ഒരു 4 വർഷത്തോളം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ടിയാൻ തിയേറ്ററിൽ നന്നായിട്ട് വിജയിക്കാത്തതുകൊണ്ട് ഒരുപാട് വിഷമിച്ച ഒരാളുമാണ് ഞാൻ. അതിനുശേഷം നല്ലതാണെന്ന് പറയുന്നു. ടിയാൻ്റെ പേരിൽ പിന്നീട് ടി.എൻ. കൃഷ്ണകുമാർ എന്ന് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് മുൻകാല സിനിമയേക്കാളും ടിയാൻ ചെയ്ത ആളെന്നാണ് എന്നെ പറ്റി പറയുന്നത്. അത് ഇപ്പൊ കേൾക്കുമ്പോൾ സന്തോഷമുണ്ടെങ്കിലും ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് ആലോചിക്കും, അന്നല്ലേ ഇത് ഓടേണ്ടിയിരുന്നത്, അന്നല്ലേ ഇത് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് കാസ്റ്റിങ്ങിനെ ബാധിക്കാറുണ്ട് ചില സമയത്ത്. പക്ഷേ ഞാനെപ്പോഴും കുറച്ച് ഏറ്റവും നീതി പുലർത്തുന്ന ആളുകൾ അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇതൊരു ബിസിനസ്സിൻ്റെ ഭാഗമായതുകൊണ്ട് കുറച്ച് ആ കാസ്റ്റിലും ശ്രദ്ധിക്കാറുണ്ട്. ഈ കുറച്ചുകൂടി നമുക്ക് ബിസിനസ് വാല്യൂ, കാരണം നമ്മളിപ്പോൾ ഇതിനകത്ത് ഒരുപാട് ബിസിനസ് ഉണ്ട്, OTT ഉണ്ട്, ഇതിൻ്റെ ഔട്ട്റൈറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അവരൊക്കെ ആദ്യം ചോദിക്കുന്നത് ഇതിൻ്റെ കഥയോ ഇല്ലെങ്കിൽ ഈ സിനിമ ഒന്ന് കണ്ടിട്ടോ അല്ല, ഇതിൻ്റെ ആർട്ടിസ്റ്റ് ആര് ഇല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നീഷ്യൻസ് ആര് എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ പേരുകളിലാണ് സിനിമ ഇപ്പോഴും ബിസിനസ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അഫ്കോഴ്സ് അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ടിയാൻ ഇന്നാണ് റിലീസ് ആവുന്നതെങ്കിൽ അതിനേക്കാളും അന്ന് തിയേറ്ററിലേക്കാളും ഇന്നത് വലിയ വിജയമായിരിക്കും തോന്നുന്നു. വിജയമായിരിക്കും എന്നല്ല, ചിലപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ആളുകളിലേക്ക് അടുത്ത് നിന്നാണ്. വിജയമാവോ ഇല്ലയോ എന്ന് നമുക്ക് ഒരു സിനിമയെ കുറിച്ചും പറയാൻ പറ്റില്ല. അത് നമ്മുടെ കയ്യിലല്ല, അത് തിയേറ്ററിൽ ഉണ്ടാകുന്ന ഒരു മാജിക്കാണ്. അത് ഒന്നും ഞാനിപ്പോൾ പറയില്ല. ഞാനിപ്പോൾ അനന്തങ്കാട് ഒരു 500 തവണ കണ്ടു കാണും. അനന്തങ്കാട് പല പ്രോസസ്സിലും ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക്. ഇപ്പം അത് സെൻസറിങ് കഴിഞ്ഞു, ഫൈനൽ കോപ്പി കഴിഞ്ഞു. ഇപ്പോൾ 2 ദിവസം മുമ്പ് വീണ്ടും അത് ആറ്റ്മോസ് മാസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് വീണ്ടും ഇരുന്ന് കണ്ടു. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും, നമുക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു പ്രോഡക്റ്റ് വിടുന്നത്. പക്ഷേ എൻ്റെ സിനിമ എക്സ്പീരിയൻസിൽ നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ, ഓഡിയൻസിനോടൊപ്പം കാണുമ്പോൾ കിട്ടുന്നൊരു വൈബും ഒരു രീതിയുണ്ട്. പക്ഷെ നമ്മൾ അന്ന് വരെ നമ്മുടെ സ്റ്റുഡിയോസിലിരുന്ന് കാണുന്ന വൈബല്ലത്. അപ്പോൾ അത് അങ്ങനെ ഒരു മാജിക് സിനിമയ്ക്കുണ്ട്. അതുകൊണ്ടാണ് സിനിമ ഇത്ര പോപ്പുലർ ആയത്. അപ്പോൾ അത് ആ മാജിക് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ മാജിക് ഈ സിനിമയ്ക്ക് സംഭവിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പോൾ ടിയാൻ സംസാരിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഇപ്പോൾ ചിലപ്പം കുറച്ചുകൂടി ഇപ്പോൾ കോവിഡിന് ശേഷം ആളുകളെല്ലാം പുറത്തുള്ള സിനിമകളൊക്കെ കണ്ട് എല്ലാ സിനിമകളും എല്ലാം കാണാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും, പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സ്. അപ്പം അങ്ങനെ കണ്ട ആളുകൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആനന്ദങ്കാട് അന്ന് ടിയാൻ അന്ന് അത് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആണെങ്കിൽ കുറച്ചുകൂടെ ചിലപ്പോൾ അത് വന്നേക്കാം. സ്വീകൃതമായേനെ. ഈ കാലത്തിനപ്പുറം സഞ്ചരിക്കുന്ന കഥകളുണ്ടല്ലോ, മുരളിഗോപിയുടെ കഥകൾ എപ്പോഴും അങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് എങ്ങനെയായിട്ട് കാണണം? ഇപ്പൊ കൂടെ വർക്ക് ചെയ്യുന്ന രീതിയിൽ എഴുത്തിനെ എങ്ങനെ കാണുന്നു? മുരളിച്ചേട്ടൻ്റെ എഴുത്ത് ഒരു കഥ
ആം, ഇതാണ് തോട്ട്. ഇങ്ങനൊരു മുരളിച്ചേട്ടൻ എപ്പോഴും ഒരു കഥയായിട്ട് പറയാറില്ല. ഈ ചില സംഭവങ്ങളും ചില കഥാപാത്രങ്ങളും ഒക്കെയാണ് ഞങ്ങൾ തമ്മിൽ ചെയ്ത സിനിമകളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ടിയാൻ്റെയും മറ്റുള്ളതിനെ കുറിച്ച് എനിക്ക് അത്ര അറിയില്ല. ടിയാൻ്റെ ആയാലും അനന്തങ്കാടിൻ്റെ ആയാലും ഈ ചില കഥാപാത്രങ്ങളും ചില സംഭവങ്ങളുമാണ് എന്നോട് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ചില കാര്യം, ഇപ്പോൾ ടിയാൻ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു സിനിമയാണ്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടും, ഇങ്ങനെ ഒരു സിനിമ നമുക്ക് ചെയ്യാം എന്ന് പറയായിരുന്നു. അപ്പോൾ മുരളിച്ചേട്ടൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു, അത് വന്നു. അപ്പോൾ അനന്തങ്കാടും ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഇങ്ങനൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ ചെയ്തതാണ്. മുരളിച്ചേട്ടൻ എഴുതി പോലാണ്, അതായത് സ്ക്രിപ്റ്റായിട്ട് തന്നെയാണ് എഴുതി പോകുന്നത്. അങ്ങനെ വിരിയുന്ന കഥാപാത്രങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഓരോ ചെറിയ കഥാപാത്രങ്ങൾക്ക് വരെ മുരളിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ കണ്ട പ്രത്യേകത അതാണ്. വളരെ ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ രണ്ട് രീതിയിലാണ്. നമുക്ക് ആവശ്യമുള്ള കഥാപാത്രങ്ങൾ അതിലേക്ക് കൊണ്ടുവന്നിട്ട് ആളുകളോട് പറയേണ്ട കാര്യങ്ങൾ പറയിപ്പിച്ച് വിടുന്നതും. പക്ഷെ അങ്ങനെയല്ല, ഇത് ആ കഥാപാത്രം വന്നു പോകുന്നൊരു കഥാപാത്രത്തിന് കുറേ മുന്നേ ഉള്ള കഥയും അതിന് ശേഷമുള്ള കഥയും ഉണ്ടാവും. അയാളെ വെറുതെ അല്ല അവിടെ വന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പം മുരളിച്ചേട്ടൻ്റെ കഥാപാത്രങ്ങൾക്കെല്ലാം ചെറിയ കഥാപാത്രങ്ങൾക്ക് വരെ വളരെ ഡീപ്പും വളരെ ഡീറ്റെയിലിംഗ് ആയ ഒരു ഇതുണ്ടാവും. അതാണ് എനിക്ക് മുരളിച്ചേട്ടൻ്റെ എഴുത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഡയലോഗ്സ്, മുരളിച്ചേട്ടൻ എഴുതുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ എനിക്ക് ഞാൻ സൈഡ് നോട്ട് വളരെ ഡീറ്റെയിലിംഗ് ഉണ്ടാവും സ്ക്രിപ്റ്റിൽ. സ്ക്രീൻ പ്ലേ വളരെ ഡീറ്റെയിലിംഗ് ആയിരിക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വളരെ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാനും മുരളിച്ചേട്ടനും അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഓരോ സീനിനെ പറ്റിയും ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം എനിക്ക് സ്ക്രിപ്റ്റ് വേണമെന്നില്ല ഷൂട്ട് ചെയ്യാൻ. ഞങ്ങൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരിക്കും. പക്ഷേ ഈ ഷൂട്ടിംഗ് സമയത്തുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്, അന്നത്തെ ചില പ്രശ്നങ്ങൾ, അന്നത്തെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, ഇത് എപ്പോഴും എല്ലാ സംവിധായകർക്കും ഉണ്ടാകുന്നതാണ്. ആ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മറികടന്നുകൊണ്ട് അതിനെ ഷൂട്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ മിസ്സായി പോകും. മുരളിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റിലുള്ള കുഴപ്പം, അങ്ങനെയുള്ള കാര്യങ്ങൾ മിസ്സായാൽ ആ സിനിമയുടെ ടോട്ടാലിറ്റി അത് ബാധിക്കും. ചിലപ്പം ചില നോട്ടങ്ങളായിരിക്കും, ആ ഒരു നോട്ടം നമ്മളന്ന് എടുക്കുന്ന സമയത്ത് അത് വിട്ടുപോകുന്നത് വെച്ചാൽ അത് വേണ്ട, അത് ഇല്ലല്ലോ കുഴപ്പമില്ലല്ലോ എന്ന് തോന്നിയേക്കാൻ ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ. പക്ഷെ ആ നോട്ടമായിരിക്കും ചിലപ്പോൾ വേറൊരു സീനിൽ അത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്ര ഡീറ്റെയിലിംഗ് ഉണ്ട് സ്ക്രിപ്റ്റിന് ഓരോ സീനിനും. അപ്പോൾ അത് മുരളിച്ചേട്ടൻ്റെ സിനിമയുടെ ഒരു ഡയലോഗ്സിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു. ഡയലോഗ്സ് അതുപോലെ ഭാഷ, ഉപയോഗിക്കുന്ന ഭാഷ, ചില വേർഡിങ്സുകൾ, ഇതെല്ലാം കുറിക്കൊള്ളുന്ന ചില ഭാഷാ പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അത് പറയാനും പറയിപ്പിക്കാനും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് പറഞ്ഞ് കേട്ട് കഴിയുമ്പോൾ പിന്നീട് അത് ഭയങ്കരമായിട്ട് അതാണ് അവിടെ പറയേണ്ടിയിരുന്നതെന്ന് തോന്നും. ഇതിപ്പം ഷൂട്ടിംഗ് ദിവസങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു, ഒരു ആർട്ടിസ്റ്റിന് ഒരുപാട് ഡേറ്റ് ഉണ്ടായിരുന്നു കേട്ടു. ഒരു ഡയറക്ടർ എന്ന നിലയിലെ ഇത്രയും അധികം ആർട്ടിസ്റ്റുകൾ, ഇത്രയും ദിവസത്തെ ഷൂട്ടിംഗ്, പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു സീരിയസ് സബ്ജക്റ്റ് ആണ് ഒരു സിനിമ സംസാരിക്കുമെങ്കിൽ ഡയറക്ടർ അടക്കം പറയും ആ ഒരു സെറ്റ് ആ മൂഡിലേക്ക് കൊണ്ടുവരണം എന്ന് പറയാറുണ്ട്. ശരിക്കും അനന്തങ്കാടിന്റെ സെറ്റ് എങ്ങനെയായിരുന്നു? ഇത്രയും ആർട്ടിസ്റ്റുകളുടെ സ്ഥിതിക്ക് എങ്ങനെയായിരുന്നു ഇതിന്റെ? ഇപ്പോൾ നമ്മൾ ഈ പോസ്റ്റിൽ കാണുന്ന ആളുകൾ ഒഴികെ വീണ്ടും ഒരു 20-25ഓളം ആർട്ടിസ്റ്റുകളുണ്ട് സിനിമയിൽ. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു 12 പേരെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇതിൽ വച്ചേക്കുന്നത്. ഇതുപോലൊരു 20ഓളം ആളുകൾ വീണ്ടും ക്യാരക്ടേഴ്സായിട്ട് തന്നെ ഉണ്ട്. ഒരു മിക്കവാറും ദിവസങ്ങളിൽ ഒരു 120 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു 80ഓളം ദിവസങ്ങൾ ഒരു 1000-1500 ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. ഇങ്ങനെയാണ്. അപ്പോൾ സെറ്റ് എപ്പോഴും വലിയ സെറ്റ്, വലിയ ആൾക്കൂട്ടമൊക്കെ ഉള്ളതാണ്. ഇതിന് മാനേജ് ചെയ്യൽ പാടാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പാടാണെന്ന് കരുതിയാൽ പാടാണ്. മാനേജ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ അങ്ങ് പോകും. പിന്നെ അവിടെ സൗഹൃദം കാണിക്കാനോ ഇല്ലെങ്കിൽ അവിടെ ഭയങ്കര നമുക്ക് ഓരോരുത്തരും അറിയില്ല, ഒരു 2000 പേരുണ്ട്, 2000 സ്വഭാവത്തിലുള്ള ആളുകളായിരിക്കും. ഇവരെ മാനേജ് ചെയ്യൽ വളരെ പാടുള്ള കാര്യമാണ്. പക്ഷേ അതൊരു പ്രോസസ്സാണ്, അതങ്ങ് നടക്കും. ആ സമയത്ത് കിട്ടുന്ന ഒരു എനർജിയാണ്, അത് ദൈവം ഇനിയും തരട്ടെ എന്നുള്ളതാണ്. ഇത് കേരളത്തിലൊരു ഡയറക്ടർ ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാം ആസ് എ ഡയറക്ടർ? അങ്ങനെ ചോദിച്ചാൽ നമ്മളിവിടെ എല്ലാം നല്ല കോണ്ടൻ്റാണുള്ളത്. അപ്പോൾ കോണ്ടൻറ്റ് വെച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. നമ്മൾ ബഡ്ജറ്റ് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിപ്പോൾ ടിയാൻ ചെയ്ത സമയത്ത് അത് ആ സമയത്ത് ഏറ്റവും വലിയ ബഡ്ജറ്റ് പടമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ ഭാഗ്യമായിട്ട് കണ്ടത്, അത് ദൈവാധീനം എന്നേ ഞാൻ എപ്പോഴും പറയും. കാരണം അത് വന്നു ചേരുന്നതാണ്. അപ്പോൾ അന്നത് ചെയ്യാൻ പറ്റി. ഇപ്പോൾ അതിനുശേഷം തമിഴിൽ പോയി ചെയ്തതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബഡ്ജറ്റാണ്. പക്ഷേ RJ ബാലാജി ഇപ്പോൾ കറുപ്പിൻ്റെ സംവിധായകനെ ഉപയോഗിച്ചാണ് ചെയ്തത്. പിന്നെ ശശികുമാർ സാറിനെയൊക്കെ വെച്ച് ചെയ്ത പടങ്ങൾ. അപ്പോൾ ഇവിടെ വീണ്ടും അനന്തങ്കാടിലേക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ പടത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ബഡ്ജറ്റിലേക്ക് നമുക്ക് എങ്ങനെ ഒരു പ്രൊഡക്ഷൻ കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുമ്പോൾ ആണ് വിനോദ് കുമാർ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ പുള്ളി നമ്മളെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വലിയ വെല്ലുവിളി അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ
ഈ ബഡ്ജറ്റ് കുറച്ചുകൂടി നമ്മൾ പക്ഷേ സിനിമ വളരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബഡ്ജറ്റും കൂടും. പക്ഷേ ഈ ഞാനിപ്പം 2011 സിനിമ ചെയ്യുമ്പം ഏകദേശം 1 കോടി രൂപ 1,10,00,000 രൂപയൊക്കെയാണ് ആ സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റ്. ഇന്നത് 40-ലെത്തി നിൽക്കുന്നുണ്ട്. മലയാള സിനിമ വളർന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല, ഇപ്പോഴും ചെയ്യാൻ പറ്റില്ല. ഇല്ലാതെ ഇപ്പോഴും അങ്ങനെ പോകാത്ത കുറേ ഇൻഡസ്ട്രികളുണ്ട്. നമുക്കപ്പോൾ ഇവിടുത്തെ ക്രിയേറ്റേഴ്സും ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സും ഇവിടുത്തെ മേക്കേഴ്സും എല്ലാം അതിനുവേണ്ടി കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യുന്ന ഡയറക്ടർ അത് ഹിറ്റ് ആയി കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത് ഇതല്ല രണ്ടാമത്തെ സിനിമ ഹിറ്റ് ആവണം, അതാണ് ഭാവി തീരുമാനിക്കാന്നാണ്. അപ്പോൾ ഓരോ വർഷവും ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ വിജയവും പരാജയവും എങ്ങനെയാ ബാധിക്കാറുണ്ടോ? എങ്ങനെയാ അതിനെ? സിനിമ എപ്പോഴും ഫസ്റ്റ് സിനിമ എന്നോ സെക്കൻഡ് സിനിമ എന്നോ തേർഡ് സിനിമ എന്നോ ഇല്ല. നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ എല്ലാവരും ചർച്ച ചെയ്യൂ. ഇപ്പം ഞാനിപ്പോൾ അനന്തങ്കാട് വലിയൊരു ഹിറ്റായിട്ട് ഇനി ഏറ്റവും മോശം ഒരു സിനിമ എടുത്താൽ അനന്തങ്കാടിനെ കുറിച്ച് ആരും സംസാരിക്കില്ല, ആ മോശം സിനിമയെക്കുറിച്ച് മാത്രമേ സംസാരിക്കൂ. അപ്പോൾ നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക, എപ്പോഴും നല്ല സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ദൈവാധീനം ഇതിനകത്തൊരു വലിയ ഘടകമാണ്. സിനിമ ഹിറ്റാവണം. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് സിനിമയെക്കുറിച്ച് മാത്രമേ സംസാരിക്കൂ. ഇപ്പോൾ ടിയാൻ കഴിഞ്ഞപ്പോൾ ഈ സ്ട്രഗിൾ ഉണ്ടായിട്ടുള്ള ആൾ തന്നെയാണ് ഞാൻ. ഇപ്പം ടിയാൻ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും വലിയ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. അത് ചെയ്യാൻ തന്നെയാണ് പ്രിപ്പറേഷനും പോയത്. ടിയാൻ നല്ല പേരുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര സ്ട്രഗിൾ ഉണ്ടായിട്ടില്ലെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇനി ഇങ്ങനെയുള്ള ഇത്തരം സിനിമകൾ ചെയ്യണമെന്നുള്ളത് അതിനൊരു ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, ഷുവറായിട്ടുണ്ടായിട്ടുണ്ട്. ചിലപ്പം ടിയാൻ വലിയൊരു ഹിറ്റായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ സിനിമകൾ പെട്ടെന്ന് ഉണ്ടായാണ്. ഇപ്പം ഞാൻ തമിഴിലേക്ക് പോയി കുറച്ച് സമയം എടുത്ത് ചെയ്യുന്നതിൻ്റെ റീസൺ ടിയാൻ ഹിറ്റാവാത്തതുകൊണ്ടാണ്. ഇത് ഹിറ്റാവട്ടെ. ഇപ്പം മലയാളത്തിൽ പോകുന്ന ആർട്ടിസ്റ്റുകൾക്ക് മറ്റ് ലാംഗ്വേജിൽ ഭയങ്കര വാല്യൂ കൊടുക്കാറുണ്ട്. മലയാളത്തിലൊരു നടിയോ നടനോ ആണെങ്കിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നു പറയും. അതുപോലെ മലയാളത്തിൽ നിന്ന് ഒരു ഡയറക്ടർ തമിഴിൽ പോയി ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഡെഫിനറ്റായിട്ട് അവിടെ ഇവിടുത്തുള്ള എല്ലാവർക്കും ടെക്നീഷ്യൻസിന് ഇല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ടെക്നീഷ്യൻസ് തന്നെയാണ് കൂടുതലും സൗത്തിലും നോർത്തിലും ഒക്കെ വർക്ക് ചെയ്യുന്നത്, ക്യാമറാമാൻ, എഡിറ്റേഴ്സ് എല്ലാവരും. അതുപോലെ തന്നെയാണ് ഡയറക്ടേഴ്സിനും. അവിടെ ഞാൻ ടിയാൻ കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് പോയതല്ല, കാരണം എനിക്ക് തമിഴ് ഇൻഡസ്ട്രി ആയിട്ട് ഒരു പരിചയമില്ലാത്ത ആളാണ്. നമ്മുടെ ഫൈറ്റ് മാസ്റ്റേഴ്സ് വരും, ഇല്ലെങ്കിൽ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരെങ്കിലും വരുമെന്നല്ലാതെ ആരുമില്ല. എനിക്ക് ടിയാൻ കഴിഞ്ഞപ്പോൾ വന്ന ഓഫേഴ്സാണ്. ഒന്ന് പ്രിൻസ് പിക്ചേഴ്സിൽ നിന്ന്, അതായത് നമ്മുടെ കാർത്തിക് സൂര്യ അവരുടെ കമ്പനിയാണ്. അത് കഴിഞ്ഞാൽ ഈ നെമിച്ചങ് ജബക്ക് എന്ന് പറയും, അവർക്ക് വേണ്ടിയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് പടം. ഡോറ, അഞ്ചാതെയൊക്കെ കുറച്ച് വളരെ പഴയ കമ്പനിയാണ്. അപ്പോൾ ആ 2 പ്രൊഡക്ഷൻ കമ്പനിയാണ് എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. ഇങ്ങനെ അടുത്തൊരു സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടോ, സബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഞാൻ സ്ക്രിപ്റ്റും കൂടെ എഴുതുന്ന ആളായതുകൊണ്ട് എൻ്റെ 1-2 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഞാനത് പിച്ച് ചെയ്തു അവരോട്. ഇങ്ങനെ ഫോണിലായിരുന്നു പറഞ്ഞിരുന്നത്, ഇതാണ് എൻ്റെ ഉള്ള കണ്ടന്റുകൾ, താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഓണാവുമായിരുന്നു. എനിക്ക് അവിടുത്തെ ഒരു കാര്യം, അവിടെ പോയി എനിക്ക് വേറെ അങ്ങനെ വെല്ലുവിളികളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമയിലും അതിനകത്ത് നാളെ ഒരാൾ അത് കണ്ടിട്ട് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാം, മൈന്യൂട്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല, എന്നാലും എൻ്റെ കൾച്ചറിൽ ഈ ഒരു ഇഷ്യൂ വന്നു, ഇല്ലെങ്കിൽ അതിനകത്ത് ഇങ്ങനൊരു കുഴപ്പമുണ്ട്, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇത് ശരിയായാലും ഒരു മലയാളി ചെയ്തതുപോലെ ഇരിക്കുന്നു എന്നൊന്നും തോന്നാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒഴികെ ബാക്കി എല്ലാ ടെക്നീഷ്യൻസിനെയും ഞാൻ സതീഷിനോടൊക്കെ പറഞ്ഞു, ഞാൻ അവിടെ പോയി ചെയ്യട്ടെ, ഞാൻ ആദ്യം അവിടെ പോയി എന്നിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാം തമിഴ് ടെക്നീഷ്യൻസിനെ വെച്ചു. അപ്പോൾ എനിക്കത് മാനേജ് ചെയ്യാൻ ഉള്ളുകൊണ്ട് കുറച്ച് ഞാൻ അവരോടൊന്നും അത് പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിലും എല്ലാം തമിഴ് സിനിമകൾ ചെയ്യുന്ന ആളുകളെ തന്നെ വെച്ചു. കാരണം എനിക്ക് മൈന്യൂട്ടായിട്ടുള്ള ചില ബാക്ക് ഡ്രോപ്പ്, ഇപ്പോൾ ഇടുന്ന വസ്ത്രധാരണത്തിലായാലും അവർ ഇപ്പോൾ ഒന്നും വേണ്ട കമ്മലിടുന്നത് നമ്മളിവിടെ ഇടുന്നത് പോലെയൊന്നും അല്ല, അവരെ ഓർണമെന്റ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്കത് അറിയില്ല, നമ്മൾ ഇവിടെ കണ്ട് ശീലിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ടെക്നീഷ്യൻസിനെ വെച്ചിട്ടാണ് അവിടെ പടം ചെയ്യുന്നത്. അത് എന്തായാലും അവിടെ പിന്നെ അവരെല്ലാം സിനിമയോട് ഭയങ്കര പാഷനേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഭാഷ ചെറിയ പ്രശ്നമായിരുന്നു, പക്ഷെ പഠിച്ചു. നമ്മൾ ഒരു ഡയറക്ടർ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നാളെയും പഠിച്ചുകൊണ്ടിരുന്നാലേ അതെല്ലാം ഈ ഡോക്ടേഴ്സിനെ പോലെ മറ്റുള്ള ജോലികൾ പോലെയാണ്. നമ്മൾ എന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളിതിൽ നിന്ന് പുറകെ പോകും. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഡെയിലി മാറുന്നുണ്ട്. നമ്മൾ ഡെയിലി എന്താണ് ഇവിടെ നടക്കുന്നത്, സിനിമയിൽ എന്ത് സംഭവിക്കുന്നു ഡെയിലി പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ കറണ്ടായിട്ട് നിന്നില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. ഇപ്പം ഒരുപാട് ജോണറുകൾ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കഥ എഴുതുന്ന ഒരാളെന്ന നിലയിൽ തന്നെ ചോദിക്കുകയാണ്, എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എങ്ങനെയാ ഒരു കഥയിൽ?
ഞാൻ എനിക്ക് 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 എന്നെക്കുറിച്ച് തന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യം, എനിക്ക് കോമഡി വഴങ്ങുന്ന ഒരാളല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ കോമഡി സബ്ജക്ട്സ് ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാനത് എനിക്ക് വഴങ്ങുമെന്നറിയില്ല എന്ന് വെച്ചാൽ, എനിക്ക് കൂടുതലും ത്രില്ലേഴ്സും ഇങ്ങനെയുള്ള ഡ്രാമാറ്റിക് സിനിമകളും ഒക്കെ, ഡ്രാമയൊക്കെയാണ് ഇഷ്ടം ഉള്ള സിനിമകൾ. കണ്ടതും കൂടുതൽ കണ്ടിരുന്നതും പഠിക്കുന്ന കാലത്തും എല്ലാ സമയം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നപ്പോഴൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് കൂടുതൽ അതായിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിലേക്ക് അങ്ങ് വഴിതിരിഞ്ഞ് പോയത്. അപ്പോൾ എപ്പോഴും ഒരു തിരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ടിയാൻ തിരഞ്ഞെടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഈ കാഞ്ചി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനൊരു സിനിമ ചെയ്യണം, ഇതാണ് അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ എന്നൊരു തോട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കും. അപ്പോൾ അത് നടക്കും. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഇല്ലാതെ ഇങ്ങനൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചില്ല, ഈ ജോണറിൽ ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് തന്നെ ചെയ്യണമെന്നില്ല. ഒരു തോട്ട് വരും. ആ തോട്ട് ഇത് സിനിമ വർക്കാവുന്ന സിനിമയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അതിന് 100% കൊടുക്കുക ആ സിനിമയാണ്. കാരണം കിടക്ക് അങ്ങനെ സംഭവിച്ച സിനിമയാണ്. ഇതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ, ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമ എന്ന് ഞാൻ ആദ്യം ഉറപ്പിക്കും. ഞാൻ ഉറപ്പിച്ചാൽ ഞാൻ ആ സിനിമയുടെ പിന്നിൽ പോവും, അതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കിത് ഇഷ്ടപ്പെടണം, ഇല്ല നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കാവോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കോമഡി സിനിമ, അതാ ഞാൻ പറഞ്ഞത്, കോമഡി സിനിമ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ ഒരാൾ അപ്രോച്ച് ചെയ്താൽ ഞാനത് എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാന്ന് പറയുന്നല്ലാതെ ചിലപ്പോൾ അതിലേക്ക് പോവില്ല. ഒരു സിനിമ ചെയ്യാവോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനുണ്ട്, അത് വേണമെങ്കിൽ ചെയ്യാം എന്ന് പറയും. ഇപ്പോൾ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ആസ് എ ഡയറക്ടർ എന്ന നിലയിൽ ആളുകൾ ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കണം, എൻ്റെ സിനിമയെ കുറിച്ച് ഇങ്ങനെ ആയിരിക്കണം സംസാരിക്കേണ്ടത്, അങ്ങനെ മനസ്സിലുണ്ടാവാറുണ്ടോ ഒരു ഡയറക്ടർ എന്ന നിലയിൽ? ഇപ്പോൾ ടിയാൻ കഴിഞ്ഞപ്പോൾ ടിയാൻ്റെ പൊളിറ്റിക്സിനെ പറ്റിയും ടിയാൻ ചർച്ച ചെയ്ത വിഷയത്തെ പറ്റിയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അത് നല്ല രീതിയിലും ചീത്ത രീതിയിലും ചോദിച്ചിരുന്നു. മോശമായിട്ടും വിളിച്ച് ചോദിച്ച ആളുകളുണ്ട്, നല്ല രീതിയിൽ പറഞ്ഞ ആളുകളുണ്ട്, നല്ല രീതിയിൽ കണ്ട ആളുകളുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്തതെന്ന് ചോദിച്ചിട്ട് വന്നതാണ്. അത് മോശമായിട്ട് വിളിച്ച് ചോദിച്ച ആളുകളുണ്ട്, എന്തിനാണ് ഇങ്ങനെ സിനിമ ചെയ്തതെന്ന് ചോദിച്ച ആളുകളുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇപ്പം എനിക്ക് എൻ്റെ രാഷ്ട്രീയമുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും ഒട്ടും സജീവമല്ലാത്ത ആളാണ്. ഞാൻ ഒരു ഫേസ്ബുക്കിലോ ഇല്ലെങ്കിൽ ഇൻസ്റ്റയിലോ അതിൻ്റെ റീച്ച് കൂട്ടാനോ ഒന്നും ചെയ്യാത്ത ആളാണ്. അത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സിനിമ വരുമ്പോൾ കുറച്ച് പോസ്റ്റ് ഇടും, അപ്പോൾ അത് കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റയോ ഫേസ്ബുക്കോ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ നോക്കി അറിയാം, ഒന്നും ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത്, സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ആഗ്രഹമുള്ള സിനിമ ചെയ്യുക. ഇതൊരു സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് സിനിമ ചെയ്യുന്ന ആളാണ് ഞാൻ. എൻ്റെ രാഷ്ട്രീയം പറയാൻ വേണ്ടിയല്ല ഞാൻ സിനിമ ചെയ്യുന്നത്. എനിക്ക് പറയേണ്ട സിനിമ പറയണം, അതെൻ്റെ രാഷ്ട്രീയം അതിനകത്തുകൂടി ഒഴിച്ചു കിടത്തി എൻ്റെ രാഷ്ട്രീയം പറയാൻ ഞാൻ സിനിമ ചെയ്യാറില്ല. എനിക്കിത് പറയണമെന്ന് തോന്നുന്നത് ചിലപ്പോൾ എൻ്റെ വായനയിലൂടെയും ഞാൻ കണ്ട കാര്യങ്ങളിലൂടെയും ചില ന്യൂസ് കാണുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനൊരു സിനിമ ചെയ്യണം എന്ന് തോന്നാറുണ്ട്. അത് ചെയ്യും, അതവിടെ കഴിഞ്ഞു. അത് മറ്റുള്ളവർ എങ്ങനെ പറയുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ വിഷയമേ അല്ല. ഞാനത് റിയാക്ട് ചെയ്യാൻ പോകാറില്ല. ടിയാൻ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതുവരെ റിയാക്ട് ചെയ്തിട്ടില്ല, ഇനി റിയാക്ട് ചെയ്യാൻ ഉദ്ദേശവുമില്ല. അത് ഇതിപ്പം ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ചെയ്തു വെച്ച സിനിമ അത് വേറെ രീതിയിൽ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ മാറ്റി ചെയ്യായിരുന്നു, അങ്ങനെ തോന്നാറുണ്ടോ ആസ് എ ഡയറക്ടർ? നമ്മൾ പഴയ സിനിമകൾ ചെയ്തു വെച്ച വർക്കുകൾ വീണ്ടും കാണുന്ന സമയത്ത് ചിലപ്പോൾ ഇപ്പം എനിക്ക് ടിയാനെ കുറിച്ച് അങ്ങനെ ഒരു ചിന്ത തോന്നിയിട്ടില്ല. കാരണം ടിയാൻ 4 വർഷം എടുത്ത് ഞാൻ ടിയാൻ പോലൊരു സബ്ജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റിസർച്ച് ചെയ്ത്, ഒരുപാട് അതിന് വേണ്ടി, അത് ഷൂട്ടിംഗ് സ്റ്റേജ് അല്ലാത്തതിന് മുമ്പ് തന്നെ ഒരുപാട് റിസർച്ച് ചെയ്ത് അതിനകത്തൊരു പാകപ്പിഴ വന്നാൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായി അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ അതിന് മുമ്പ് ചെയ്ത ആദ്യത്തെ സിനിമയിലൊക്കെ അത് പിന്നീട് തിയേറ്ററിൽ കാണുമ്പോൾ അവിടെ കുറച്ചുകൂടി ഒന്ന് കറക്റ്റ് ചെയ്താൽ നല്ലതായിരുന്നു, അവിടെ കുറച്ചുകൂടി ഇങ്ങനെ ആയാൽ നല്ലതായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട് ചില സിനിമകളിൽ. പക്ഷേ അത് നമ്മുടെ ഇപ്പോൾ അതിന് ശേഷം ചെയ്യുന്ന, ഇപ്പോൾ തമിഴ് പോയി ചെയ്യുമ്പോഴും ടിയാന് ശേഷം ചെയ്യുമ്പോഴൊക്കെ ഞാൻ അതിൽ ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് പിന്നെ തിരുത്താൻ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇപ്പം ചെയ്യുമ്പോഴെല്ലാം ടിയാന് ശേഷം ചെയ്യുമ്പോഴൊക്കെ അതിന് വേണ്ടി എല്ലാ പ്രിപ്പറേഷനും, ഇനി നമുക്കൊരു ചാൻസ് ഇല്ലല്ലോ, നമുക്ക് ഇനി ആ സിനിമയിൽ ഇനി കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാറ്. ഇപ്പം അനന്തൻകാട് തിയേറ്ററിൽ വരുമ്പോൾ ആളുകൾ ഒരുപാട് പ്രതീക്ഷിക്കുകയാണല്ലോ. ഈ ആളുകളുടെ പ്രതീക്ഷ ചിലപ്പോഴൊക്കെ നിങ്ങളെ ഭയങ്കര ബുദ്ധിമുട്ടിലാക്കാറുണ്ട് എന്ന് പറയും. റിലീസിന്റെ തലേദിവസം ആയാലും പ്രതീക്ഷ കൂടുമ്പം ഒരു ടെൻഷൻ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? അല്ല, ടെൻഷൻസ് ഇപ്പം ഞാൻ എന്നോട് തന്നെ പറയും, ഈ ലോകത്ത് നമുക്ക് മുമ്പ് കുറേ ആളുകൾ ജീവിച്ചിരുന്നു. ഞാൻ എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ ലോകത്ത് നമ്മളല്ലാതെ കുറേ ആളുകൾ ജീവിച്ചിരുന്നു, അവരിതുപോലെ വിജയിച്ചവരും തോറ്റവരും കഷ്ടപ്പെട്ടവരും ഒക്കെ ഉണ്ട്.
അപ്പോൾ ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ നമുക്ക് ഒരുപാട് ഓവർ ടെൻഷൻ വരുമ്പോൾ അപ്പോൾ ഇതൊക്കെ ഈ സമയം ഇങ്ങനെ അങ്ങ് പോവും, അത് പോവും. അപ്പോൾ എല്ലാ ടെൻഷനും ഉള്ളിലേക്ക് എടുത്താൽ, പ്രത്യേകിച്ച് ഒരു ഡയറക്ടർ എല്ലാ ടെൻഷനും ഉള്ളിലെടുത്ത് എപ്പോഴും ടെൻഷൻ അടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഓഫ്കോഴ്സ് എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായ ടെൻഷൻസും ഇഷ്യൂസും ഒക്കെ ഉണ്ട്. നമ്മളത് ആ സമയം അത് ശരിയാവും. പക്ഷെ എന്ന് പറഞ്ഞ് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാനും പറ്റില്ല. അത് സോർട്ട് ഔട്ട് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അത് മുന്നോട്ട് പോകും. ഇതിൻ്റെ പ്രതീക്ഷ ഇത് നന്നായി വരേണ്ടതാണ്. അതിന് വേണ്ടിയുള്ള എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തിയേറ്ററിൽ നടക്കുന്ന ഒരു മാജിക്കാണത്. അപ്പോൾ ഇപ്പോൾ കണ്ടവരെല്ലാവരും ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ സിനിമയായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കുറച്ച് ആളുകൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് സിനിമ കാണിക്കാറുണ്ട്. ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിൽ കാണിക്കും. അവർക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നറിയുമ്പോൾ വളരെ സത്യസന്ധമായ അഭിപ്രായം. ഇപ്പോൾ നമ്മളൊരാളെ ഒരു 10 പേരൊക്കെ കാണിച്ചാൽ അവരെല്ലാവരും നന്നായിട്ടുണ്ടെന്നേ പറയൂ നമ്മളോട്. അപ്പോൾ അങ്ങനെ അല്ലാത്ത കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ച് കാണിക്കും. അവർക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ, അഭിപ്രായമുണ്ടോ. അപ്പോൾ അവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും അവസാനം ഈ സിനിമ കാണിച്ച ആൾ ഇതിൻ്റെ റൈറ്ററാണ്. കാരണം മുരളിച്ചേട്ടൻ ഇത് എഴുത്ത് കഴിഞ്ഞിട്ട്, അപ്പോൾ എൻ്റെ വിശ്വാസം ഈ സിനിമയിൽ അതാണ്. മുരളിച്ചേട്ടൻ ഡബ് കഴിഞ്ഞതിന് ശേഷം മുരളിച്ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഡബിങ്ങിന് ശേഷം മുരളിച്ചേട്ടൻ പടങ്ങളിൽ എന്നോട് കാണണമെന്ന് പല പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലല്ല, ഞാൻ എൻ്റെ ഔട്ട്പുട്ട് ശരിയാക്കട്ടെ. ഇത് അജനീഷൊക്കെ മ്യൂസിക് അപ്പോൾ കുറച്ച് സമയം എടുത്തു അജനീഷിന് മ്യൂസിക് കിട്ടാൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഫയൽ മിക്സ് ചെയ്തതിന് ശേഷം റൈറ്റർ കാണും. അപ്പോൾ റൈറ്റർ എഴുതി വെച്ചതാണോ ഈ സിനിമയിലുള്ളതെന്നാണ് അറിയേണ്ടത്. കാരണം എപ്പോഴും റൈറ്റേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ ഭയങ്കര പാടാണ്. കാരണം അവരുടെ ഇമാജിനേഷൻ വേറെ ലെവലിലായിരിക്കും. അപ്പോൾ അതിലേക്ക് അത് എത്തിക്കാന്ന് പറഞ്ഞാൽ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അവരും ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 4-5 ദിവസം മുമ്പാണ് മുരളിച്ചേട്ടനെ വിളിച്ച് പടം കാണിച്ചത്. അപ്പോൾ മുരളിച്ചേട്ടൻ അത് ഭയങ്കര നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എഴുതി വെച്ചതുപോലെ തന്നെയാണ് സിനിമ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ വിശ്വാസം. ഇനിയും പൃഥ്വിരാജ് മുരളി ഗോപി കോമ്പിനേഷനിൽ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ സാധ്യതയുണ്ടോ? ഞങ്ങൾ പ്രതീക്ഷിക്കാവോ? അത് സിനിമയാണ്, ഒന്നും പറയാൻ പറ്റില്ല. എന്താ നടക്കുന്നതെന്നോ, സിനിമ ഇപ്പം നാളെ ഈ അനന്തകാട് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നതെന്നോ, ഇല്ലെങ്കിൽ നമുക്ക് സിനിമ ആയതുകൊണ്ടൊന്നും പറയാം. ഇതെല്ലാം ഉണ്ട്. എല്ലാവരുമായിട്ടും സൗഹൃദമുള്ള ആളാണ്. അപ്പം സിനിമകൾ സംഭവിക്കും. പക്ഷെ അതാ പറയുന്നത്, സംഭവിക്കുന്നതാണത്. ഇപ്പോൾ ചിലപ്പോൾ നാളെ നമുക്ക് ഇങ്ങനെ ഒരു സിനിമ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷെ അത് അറിയില്ല. അത് എനിക്കിപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് നാളത്തെ സിനിമയെ പറ്റി ഇപ്പോൾ അടുത്തൊരു സിനിമയുടെ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ അത് നടക്കൂല്ലോ, നമുക്ക് സിനിമ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ റിവ്യൂസ്, അതിൻ്റെ ഒരു വലിയൊരു വ്യാപ്തി ഉണ്ടല്ലോ. റിവ്യൂസ് സിനിമയെ തകർക്കാനും അല്ലെങ്കിൽ വിജയിപ്പിക്കാനും പറ്റുന്ന ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്. റിവ്യൂസിനെ എങ്ങനെയാണ് കാണുന്നത്? അതൊരു ചോദ്യം. ആ ചോദ്യത്തിന് എനിക്ക് ഞാൻ പറഞ്ഞു നേരത്തെ ഈ ടിയാൻ്റെ മറുപടി പറഞ്ഞതുപോലെയാണ്. അതിന് വ്യക്തമായ മറുപടിയുണ്ട്. പക്ഷെ അത് ചില ആളുകളെ ഹേർട്ട് ചെയ്യും, ചില ആളുകൾ അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അവർക്ക് എല്ലാ അവകാശമുണ്ട്. അവർക്ക് സിനിമ കണ്ടിട്ട് റിവ്യൂ പറയാൻ അവകാശമുണ്ട്. പറയുന്നതുകൊണ്ട് തെറ്റുണ്ടെന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അത് വളരെ ജെന്യുവനായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സിനിമ വളരെ ജെന്യുവനായിട്ട് റിവ്യൂ പറയുന്നതിന് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അത് സിനിമയെ മോശമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു പാർട്ടുണ്ട്. പക്ഷെ അത് ഞാനത് കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ആദ്യ സിനിമ ചെയ്യുന്ന സമയത്തും ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് പ്രൊമോഷന് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ടല്ലോ. ആ ഒരു മാറ്റം എങ്ങനെയാ കാണുക? അന്ന് ഇത്ര പോലും പ്രൊമോഷൻസ് ഉണ്ടായിരുന്നില്ല. ഒരു സിനിമ കഴിഞ്ഞ് ഇത്രയധികം പ്രൊമോഷൻ കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതിനെങ്ങനെയാ കാണുന്നത്? 2 സ്റ്റേജും ഫേസ് ചെയ്ത ഒരാളാണല്ലോ. അതെ, ഈ കോളേജ് ഡേയ്സ് ഞാൻ ആക്ച്വലി അത് ഡിജിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് കോളേജ് ഡേയ്സ് ഒക്കെ തുടങ്ങുന്നത്. അത് ഫിലിമിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ അന്ന് കുറച്ച് ഒരു 25 സെൻറ്റേഴ്സോ 30 സെൻറ്റേഴ്സിലൊക്കെയാണ് ആ സിനിമ റിലീസാവുന്നത് 2011. അത്രയേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ. ഇപ്പോൾ 700ഓളം സ്ക്രീൻസ് ഉണ്ട്. അന്ന് 35 സ്ക്രീനാണ്, A ക്ലാസ് B ക്ലാസ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് 35 സെൻറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അത്രയും അങ്ങനെ ഇപ്പോൾ മേജർ സിറ്റീസിലുള്ള ആളുകളാണ് കാണുന്നത്. കുറച്ച് ഔട്ടറിലേക്കുള്ളത് കുറച്ച് ദിവസം കഴിഞ്ഞാണ് കാണുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 700 സ്ക്രീനിലേക്ക് വന്നപ്പോൾ ഇത് കേരളം മൊത്തം ആദ്യത്തെ ദിവസം തന്നെ കേരളം മൊത്തം കാണുകയാണ്. അന്ന് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് നെറ്റൊന്നും ഇത്ര ഇതിലില്ല. അപ്പോൾ ഇത്രയും സ്പ്രെഡിങ് ഇല്ല. ഉണ്ട്, അത് വളരെ വളരെ ചെറിയ രീതിയിൽ, വളരെ ചെറിയ തോതിലാണ്. അപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഇത് 25-ാം തീയതി റിലീസായി 11 മണിക്ക് ഷോ സ്റ്റാർട്ട് ചെയ്ത് 1:30 മണിക്ക് ഷോ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് എല്ലാവരും ഫോണിലെടുത്ത് നോക്കുന്നത് അനന്തകാട് റിവ്യൂ അടിക്കും. ഞങ്ങൾക്കും അറിയാം, അടിക്കും. ഇതിൽ പറയുന്നത് കണ്ടിട്ടാണ് അടുത്ത ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതും പോകുന്നതും.
അപ്പോൾ ഇത് ഇറങ്ങുന്ന ആളുകൾ നല്ലത് പറയിക്കാനാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. ഇതൊരു പ്രൊമോഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് നല്ലത് പറയട്ടെ, നല്ലത് പറയാൻ വേണ്ടി ആണ് അത് ഈ ആളിലേക്ക് എത്തിക്കാനുള്ളൊരു രീതി ഇപ്പം കുറച്ച് കൂടുതലാണ്. ഇപ്പം ആ ഫസ്റ്റ് ഡേ ആളുകൾ എത്തണം, ഈ സിനിമ കാണുന്ന ആളുകളെല്ലാം, ഇപ്പം സിനിമ കാണുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, ഫസ്റ്റ് ഡേ പോയി സിനിമ കാണുന്നത്, അവരെ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ളൊരു പ്രൊമോഷൻ വലിയ ചലഞ്ചിങ് ആണ്. അവരിലേക്ക് സിനിമ എത്തണം, അവരെ ഇഷ്ടപ്പെടുത്തണം, അവരിതെന്തിന് കാണണമെന്ന് ചോദിക്കും. അപ്പോൾ അത് കാണിക്കാൻ നിങ്ങൾ കാണേണ്ട കാരണം ഇതാണ്, ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സ്റ്റേജിലൂടെയാണ് സിനിമ പോകുന്നത്. ശരിയാണ്. സിനിമ ചെയ്യുന്നതിനെക്കാട്ടും ബുദ്ധിമുട്ടാണ്. അതെ മാർക്കറ്റിംഗ് സൈഡ്. ഇപ്പം ഞാൻ പറയുന്നത് തിയേറ്ററിൽ എത്തിക്കുന്നതിന് അപ്പുറം ഇതിൻ്റെ ബിസിനസ്, OTT, അങ്ങനെ കുറേ ബിസിനസ് സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഒരു ഡയറക്ടറും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അതിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ പ്രതീക്ഷയോടെ ഈ സിനിമയെ കാണുന്നത്. അപ്പോൾ ഒരു വലിയ വിജയമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.